ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആയുഷ് സോണിയുടെ കഥയ്ക്ക് കയോസി ഇറാനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പൃഥ്വിരാജ്, കജോൾ, സെയ്ഫ് അലി ഖാൻ്റെ മകനായിട്ടുള്ള ഇബ്രാഹിം അലി ഖാൻ എന്നിവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്ത ഈ വർഷം, അതായത് 2025 ജൂലൈ 25 ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത ഒരു സിനിമയെക്കുറിച്ചാണ്. സിനിമയുടെ പേരാണ് സർജമീൻ. ഈ സിനിമയുടെ ഡ്യൂറേഷൻ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറാണ് വരുന്നത്. 2 മണിക്കൂർ പ്ലസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സിനിമയുടെ ബേസ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പൃഥ്വിരാജ് ചെയ്യുന്ന വിജയ് മേനോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, പുള്ളിക്കാരൻ ഒരു ആർമി ഓഫീസറാണ്. പുള്ളിക്കാരൻ്റെ വൈഫായിട്ടാണ് കജോൾ വരുന്നത്. രണ്ടുപേരുടെയും മകനായിട്ടാണ് ഇബ്രാഹിം അലി ഖാൻ ചെയ്യുന്ന ഹർമൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. ഈ സിനിമയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രാമ പ്ലസ് ഒരു ത്രില്ലർ, ഒരു ജോണ്ടർ നമുക്ക് വേണമെങ്കിൽ വെക്കാൻ പറ്റും എന്നുള്ളതാണ്. പൃഥ്വിരാജ് അതുമാതിരി തന്നെ ഇബ്രാഹിം അലി ഖാൻ, ആ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ ഒരു നന്നായിട്ട് തന്നെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സാധനമാണ്. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് കാണാതിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് സ്പോയിലേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ചില സീൻസും കുറച്ച് സാധനങ്ങളൊക്കെ കാണാം. അപ്പോഴത്തേനും നമ്മൾ ചിലപ്പോൾ ഇന്നതാണോ എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഒബ്വിയസ്ലി ഈ രണ്ട് ബിഗ് നെയിംസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും സിനിമ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഇവരുടെ അഭിനയം നോക്കുന്നുണ്ടെങ്കിലും പൃഥ്വിരാജിന്റെ ആണെങ്കിലും കജോളിന്റെ ആണെങ്കിലും ശരി, ഇബ്രാഹിമിന്റെ ആണെങ്കിലും ശരി, സ്റ്റാർട്ടിങ് ഒക്കെ ഒരു കുഴപ്പമില്ല, ഒരു രസം, ഒരു നോർമൽ ഒരു പരിപാടിയായിട്ടാണ് പോകുന്നത്. കുറച്ച് ഒരു എന്താ പറയുക, എൻഗേജ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഡയറക്ടറിന് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഗ്രാഫ് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ഭയങ്കര ഡിഫറെന്റ്. അതായത് ഒരു സ്ലോ പേസിൽ ഇങ്ങനെ പോയിട്ട് പൊങ്ങിയും താന്ന് ക്ലൈമാക്സ് എത്തുമ്പോഴത്തേനും ഒരു കേറ്റുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഈ ഒരു സിനിമയുടെ. ഞാനാണെങ്കിൽ അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ സിനിമയെ അവർക്ക് വേണമെങ്കിൽ ഒരു വെബ് സീരീസ് ആക്കി മാറ്റാമായിരുന്നു, ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു. അവരെന്തുകൊണ്ടാണ് ചെയ്തില്ല എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ ക്ലൈമാക്സ് കണ്ടപ്പോഴത്തേനാണ് മനസ്സിലായത്. അതായത് ഈ സിനിമ ഇതിനൊരു വെബ് സീരീസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലൈമാക്സിൽ കിട്ടുന്ന ഒരു ഹൈ പോയിന്റ് ഉണ്ട്, അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഫോർ ഷുവർ ഇതൊരു സിനിമ തന്നെ ആയിട്ട് വേണം പ്രസന്റ് ചെയ്യാമെന്ന് ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അതുമാതിരി തന്നെ നിങ്ങൾ ഈ ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഹെഡ്ഫോൺസ് യൂസ് ചെയ്തിട്ട് കാണുക, അല്ലെങ്കിൽ നല്ലൊരു ഹോം തിയേറ്റർ ഒരു സിസ്റ്റത്തിൽ വെച്ച് കാണുക. അല്ല ജസ്റ്റ് റോ ആയിട്ട് ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ വലിയ സൗണ്ടിന്റെ പരിപാടിയൊന്നും ഇല്ലാതെ ലോ ക്വാളിറ്റി ഒരു പരിപാടി പിടിക്കുന്നെങ്കിൽ മേ ബി നിങ്ങൾക്ക് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഈ സിനിമയിൽ ഒരുപാട് പാട്ടുണ്ട്, ഒരുപാട് പാട്ട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്, ബീജംസ് ഇട്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഒരു ബീജംസ് നല്ല രസമായിട്ട് മിക്കയിടത്തും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ചിലയിടത്ത് സ്ക്രീനിൽ സംഭവിക്കുന്നതായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു ബീജമായിട്ടാണ് തോന്നിയത്. പിന്നെ മ്യൂസിക് എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ അത് ഓവർ പവറിംഗ് എന്ന് പറയില്ല, പക്ഷെ അത് അത്രയും ഒരു സൂതിങ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട് ഓരോ സീനും. എസ്പെഷ്യലി ഇതിന്റെ ക്ലൈമാക്സിൽ കുറച്ച് സമയം ഒരു പരിപാടിയുണ്ട് മോനെ, ഐ വാസ് ലൈക്ക് ത്രിൽഡ്. എനിക്ക് രോമാഞ്ചം വന്നു എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അമ്മാതിരി പെർഫോമൻസ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ച് ഈ പറഞ്ഞ 3 പേരും. ഇബ്രാഹിം അലി ഖാൻ്റെ തന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ള, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കുള്ള കുറച്ച് ഇമോഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്. മഹാബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ചിരി വന്നു പുള്ളിക്കാരൻ്റെ ഇമോഷണൽ പരിപാടികൾ കണ്ടപ്പോഴത്തേനും. പൃഥ്വിരാജിന്റെ വാസ് ലൈക്ക് ഓക്കെ ഗുഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ കാജോളിന്റെ ചിലയിടത്ത് കൊള്ളാം, ചിലയിടത്ത് ലൈക്ക് ഓക്കെ ചിലയിടത്ത് ചെറിയ രീതിയിൽ ബോർ എന്നൊക്കെ തോന്നിയ രീതിയിലാണ് ഒരു സിനിമ പോയത്. പക്ഷെ ക്ലൈമാക്സ് വന്നപ്പോഴത്തേനും മോനെ ഇവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, ഇറ്റ്സ് ഓൺ ദ നെക്സ്റ്റ് ലെവൽ. അതിൻ്റെ കൂടെ ഈ ഒരു പാട്ട്, ആ ഒരു ബീജം കൊണ്ടുവരുന്ന ഒരു മൂഡുണ്ട്, അതങ്ങ് എലിവേറ്റ് ചെയ്യും. നമ്മൾ വേറെ റേഞ്ചിൽ നമ്മളത് ആസ്വദിക്കും. അത്ര ഭംഗിയിൽ ഇതിൻ്റെ സൗണ്ട് ഡിസൈനൊക്കെ നമ്മൾ എടുത്തു പറയണം, അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ശരി. മ്യൂസിക് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും നന്നായിട്ട് മ്യൂസിക് ഒരു സ്ക്രീനിൽ വരുന്ന ഒരു സാധനത്തിനെ അത്രയും എലിവേറ്റ് ചെയ്യാനായിട്ട് ഫോർ ഷുവർ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ നമുക്കറിയാം, പുള്ളിക്കാരൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്കറിയാം. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഏതൊരു സിനിമ കാണണം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. ദിസ് ഇസ് വാട്ട് ഹി ക്യാൻ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കുണ്ട് ഈ ഒരു സിനിമ. ക്ലൈമാക്സിലൊക്കെയുള്ള പുള്ളിക്കാരൻ്റെ ചില പെർഫോമൻസ് പരിപാടിയൊക്കെ ഉണ്ട്, ഇമോഷണൽ കുറച്ച് സാധനം, സ്റ്റണ്ട്, ബാക്കി ആക്ഷൻ എല്ലാം ഉണ്ട് ഈ ഒരു സിനിമയിൽ. പറഞ്ഞല്ലോ, ഒരു ആർമി ബേസ്ഡ് ഒരു പരിപാടിയാണ്. കാശ്മീരിൽ ആ ഒരു ഏരിയയിൽ നടക്കുന്ന, ശ്രീനഗർ ആ ഒരു ഏരിയയിൽ നടക്കുന്ന ഒരു കഥയാണിത്. ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഉള്ള കുറച്ച് ഇമോഷണൽ സാധനങ്ങളുണ്ട്. പൃഥ്വിരാജിന്റെ മോനെ നമ്മൾ കണ്ട് കരഞ്ഞു പോകും, അത്രയ്ക്ക് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കയോസിനെ നമ്മൾ എടുത്തു പറയണം, കാരണം അത്രയും
ക്ലീൻ ആയിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ഈസ് ഓൾസോ വെരി ഗുഡ്. ഒരിക്കലും ഈ ഒരു സ്റ്റോറി മോശം എന്നുള്ളതല്ല, കിഡിലൻ സ്റ്റോറിയാണ്. അതിനെക്കാട്ടി നല്ല സ്ക്രീൻ പ്ലേ, അതിനെക്കാട്ടി നല്ല ഡയലോഗ്സ്. ഇത് ഹിന്ദി തൊട്ട് ബാക്കിയുള്ള ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക് എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ചെയ്തിട്ടാണ് കണ്ടത്. ഞാൻ മലയാളവും കണ്ടു, ഹിന്ദി സ്വിച്ച് ചെയ്താണ് കണ്ടുകൊണ്ടിരുന്നത്. മലയാളം മോസ്റ്റ്ലി ഓക്കെ നമ്മൾ ഗംഭീരം എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലെ ഒരു ക്വാളിറ്റി ഡബ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ ബെസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹിന്ദി കാണാമെന്നേ പറയുള്ളൂ. കാര്യം ഹിന്ദി ഈസ് ഓൺ ദ നെക്സ്റ്റ് ലെവൽ. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഹിന്ദി കണക്ട് ആവുന്നതാണ്. കുഴപ്പമില്ലാതെങ്കിലും നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലാകുമെങ്കിൽ നിങ്ങൾ ഹിന്ദിയിൽ കാണാൻ. കാര്യം ഒരുപാട് ഇൻട്രിഗേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഡയലോഗ്സ് കംപ്ലീറ്റ്ലി മനസ്സിലായില്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻസ് അങ്ങനെ കാര്യങ്ങളൊന്നും വരാനായിട്ടില്ല. കുറച്ചെങ്കിലും ഹിന്ദി അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹിന്ദി വേർഷൻ കാണാനായിട്ട് ശ്രമിക്കുക. കാര്യം അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീല് വേറെ ലെവല് തന്നെ ആയിരിക്കും. ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തേക്കുന്ന 2 പേരാണ്. ഒന്ന് വിശാൽ മിശ്ര, പിന്നെ വിശാൽ ഖുറാന. ഈ 2 പേരും ഗംഭീരമായിട്ട് ആ മ്യൂസിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ശ്രേയ ഘോഷാലൊക്കെ പാടിയിട്ടുണ്ട്. ഇതിന്റെ പാട്ടൊക്കെ നോക്കിയോ വേറെ ലെവൽ ഹിറ്റായിരിക്കും ഈ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട്. അതിന് മുമ്പ് അവർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അത് വേറെ റേഞ്ചിൽ പോകും. ഈ പാട്ടൊക്കെ തന്നെ അത്രയ്ക്ക് കണക്ട് ആകുന്ന രീതിയിൽ, അത്രയ്ക്ക് ക്വാളിറ്റിയിൽ ഈ ഒരു സിനിമ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ സിനിമാറ്റോഗ്രഫി തന്നെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. കമൽജിത്ത് നേഗിയാണ് എൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്നത്. ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓവർ പവറിങ് ആ ഒരു ലൊക്കേഷനൊക്കെ കാണിച്ച് അങ്ങനെ ഒരു മൂഡ് പിടിച്ചിട്ടില്ല. ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ട ആ ഒരു കൈൻഡ് ഓഫ് വിഷ്വൽസ് മാത്രമാണുള്ളത്. അല്ലാതെ ഒരുപാട് കാശ്മീർ, ശ്രീനഗർ ഒരുപാട് ഭംഗിയുള്ള ഷോട്ട്സ് അങ്ങനെയൊന്നും അവർ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നില്ല. സീനിന് എന്താണോ വേണ്ടത്, സീൻ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് മാത്രമാണ് അവർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കൂടുതൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അല്ല ചുമ്മാ സീനിക് ബ്യൂട്ടി എന്നുള്ള രീതിയിൽ ഒന്നും എടുത്തിട്ടില്ല. അതെല്ലാം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ എഡിറ്റിംഗ് ഒക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഏതൊക്കെ ആസ്പെക്ട് നിങ്ങൾ നോക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ആക്ഷൻ. ഫൈറ്റ് ഒക്കെ തന്നെ വേറെ റേഞ്ച് സാധനമാണ്. സ്റ്റാർട്ടിങ്ങിലൂടെ ചെറിയ ഫൈറ്റ് പരിപാടിയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ചെറിയ ഷൂട്ടൗട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും ക്ലൈമാക്സിൽ വരുമ്പോഴും കുറച്ച് ആക്ഷൻ പരിപാടി ഫോർ ഷുവർ ഇങ്ങനെയുള്ള സിനിമകളിൽ ഉണ്ടാവണം. അതെല്ലാം വന്നിട്ടുണ്ട് ക്ലൈമാക്സിലും. ആക്ഷൻ ആണെങ്കിലും ശരി, മേക്കപ്പ് പരിപാടി ആണെങ്കിലും, ആർട്ട് ടീം ആണെങ്കിലും ശരി, എല്ലാവരും ഗംഭീരമായിട്ട് ഈ ഒരു ടീം എഫേർട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സിനിമയിലെ ക്വാളിറ്റിയിൽ എന്നുള്ളതാണ്. ധർമ്മ പ്രൊഡക്ഷൻസും സ്റ്റാർ സ്റ്റുഡിയോസും കൂടി കമ്പൈൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയാണിത്. അതിൻ്റെ തന്നെ ആ ഒരു വലിയൊരു ഗ്രാൻഡോസ് നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് കാശ് ഇറക്കി ചെയ്തൊരു പടമാണ്, നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് ക്വാളിറ്റി, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആ ഒരു ക്വാളിറ്റി കാണാൻ പറ്റും എന്നുള്ളത്. ചുമ്മാ കാശ് പൊട്ടിച്ചു എന്നുള്ളതല്ല, ആ ഒരു ക്വാളിറ്റി നമുക്ക് ഒരു സിനിമയിൽ കാണാൻ പറ്റും. ഈ സിനിമയുടെ ഓൾമോസ്റ്റ് ഒരു ഡ്യൂറേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 75% ഓഫ് ദ മൂവി എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, നമ്മൾ വിചാരിക്കാത്ത വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പരിപാടിയൊക്കെ വന്നിട്ട് എന്തോ വലിയ സംഭവം നമുക്ക് തോന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ലാഗ് പരിപാടിയുണ്ട്. ഇതെന്തോരെ എന്ന് തോന്നുന്ന സാധനമുണ്ട്. ഓഫ് കോഴ്സ് യെസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇബ്രാഹിമിന്റെ ചില അഭിനയങ്ങളാണെങ്കിലും ചെറിയ സീൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് ചെറിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം അലി ഖാന്റെ ചൈൽഡ്ഹുഡ് അഭിനയിക്കുന്ന വേറൊരു പയ്യനുണ്ട്. ഇവരുടെ ആണെങ്കിൽ ഒരുവിധമുള്ള മിക്കവരുടെ ആക്ടിങ്ങിൽ എന്തോ അങ്ങോട്ട് ശരിയാവുന്നില്ല, അത് അങ്ങോട്ട് കിട്ടുന്നില്ല എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ മോനെ ക്ലൈമാക്സ് വരുമ്പോഴത്തേനും കളി മാറും. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇപ്പം എനിക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച അത്രയ്ക്ക് എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷേ ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സംഭവം. ആദ്യത്തെ ഈ പറഞ്ഞ ചെറിയ ലാഗും അത്ര ആക്ടിങ്ങിൽ അത്ര പെർഫെക്റ്റ് അല്ലാന്ന് തോന്നുന്ന സാധനങ്ങളും കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ക്ലൈമാക്സിൽ വന്നിട്ട് അത് വേറെ ലെവലൊരു ഫീലാണ് തരുന്നത്. നേരത്തെ പറഞ്ഞാൽ ആ ഗ്രാഫ് അങ്ങനെയാണ് പോകുന്നത്. ചെറുതായിട്ട് പോയിട്ട് പിന്നെ ക്ലൈമാക്സിൽ ഒരു കുത്ത് കയറ്റമാണ്. അവിടെ ചെന്ന് നമ്മളൊരു വേറൊരു ലോകത്തിലാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഇതിൻ്റെ അകത്തുള്ള ലാസ്റ്റ് ക്ലൈമാക്സ് സീക്വൻസ് ആണെങ്കിലും അവരുടെ ആ ഒരു ബിൽഡ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട് ക്ലൈമാക്സിലൊക്കെ. നമുക്കറിയാം, എക്സ്പെക്റ്റഡ് ആണ് ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള. അവിടെ ഭയങ്കര ഒരു വലിയൊരു സാധനം വന്നിട്ടുണ്ട്, ഒരു വിചാരിക്കാത്തൊരു സാധനം. ബട്ട് സ്റ്റിൽ ബാക്കിയുള്ള നമ്മൾ എക്സ്പെക്ട് ഇന്നതായിരിക്കും എന്നൊക്കെയുള്ള. എന്നിട്ട് പോലും അത് കൺവിൻസിങ് ആക്കാന്ന് പറയുന്നത്, അതാണ് പറയണത്. ഒരു സാധനം എടുത്ത് വെക്കുമ്പോൾ മേക്ക് ബിലീവ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലൈമാക്സിൽ വന്നിട്ട് മേക്ക് ബിലീവ് സംഭവം കുറേ ഇടത്തൊക്കെ വന്നിട്ട് ചെറിയ 1-2 പോയിന്റ്സ് മാത്രമേ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ എന്നൊരു സാധനമുണ്ട്. ബട്ട് ഇറ്റ്സ് ഫൈൻ. നമ്മൾ ആ ഒരു സെക്കൻഡിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. ആ ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് മാറ്റാൻ നമുക്ക് തോന്നില്ല. അതുമാതിരിയുള്ള ഷോർട്സും ആ ഒരു സ്ക്രീൻ പ്ലേ ആണെങ്കിലും ശരി, അഭിനയമൊക്കെ എന്ന് പറഞ്ഞാൽ മോനെ ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. പൃഥ്വിരാജിൻ്റെ വേറെ ലെവൽ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. ഒന്നും പറയാനില്ല. ഹീ ഈസ് ഓൺ ദ നെക്സ്റ്റ് ലെവൽ. പൃഥ്വിരാജ് ഇപ്പം തന്നെ വേറെ ലീഗിലാണ്. അഭിനയമാണെങ്കിലും ശരി, പുള്ളിക്കാരൻ്റെ ഒരു ഓറയാണെങ്കിലും ശരി, കിട്ടുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് എത്തിയേക്കുന്ന അത്രയും ടോപ്പിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ് പൃഥ്വിരാജ്. പക്ഷെ ആ ഒരു ലെവലും കഴിഞ്ഞ് വേറെ റേഞ്ചിൽ പോയി, വേറെ ലീഗിൽ പോയിട്ടുണ്ട് പൃഥ്വിരാജ്. കാര്യം അമ്മാതിരി അഭിനയം. അതിന് ഓഫ് കോഴ്സ് യെസ്, കയോസിയുടെ ആ ഒരു ഡയറക്ടറിൻ്റെ ആ ഒരു ബ്രില്യൻസ് നമുക്ക് കാണാൻ പറ്റും. ഓരോ സീൻസിലും ഷോർട്സിലാണെങ്കിലും ശരി, ക്ലൈമാക്സിലൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. വളരെ ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാവരുടെ അഭിനയം. അതുപോലെ തന്നെ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ പോലും അത്രയ്ക്ക് ബോറാക്കി എന്ന് പറയാനില്ല. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ ഇബ്രാഹിമിൻ്റെയും
അതുമാതിരി തന്നെ കജോളിൻ്റെ ഒക്കെ ചെറിയ പെർഫോമൻസിലെ ചെറിയൊരു ഡിഫറൻസ്, ക്യാരക്ടറിൽ വരുന്ന ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും സ്റ്റാർട്ടിങ്ങിലൊക്കെ. പക്ഷേ ലാസ്റ്റ് വന്ന് നിൽക്കുന്നതൊക്കെ വേറെ ഒരു റേഞ്ചിലാണ്. ഫോർ മീ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി എന്ന് എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗം ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഐ വാസ് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല, ഇറ്റ്സ് ഗുഡ് എന്നുള്ളൊരു റേഞ്ചിലാണ് നിന്നത്. പക്ഷേ ക്ലൈമാക്സ് തന്ന ഒരു ഹൈ പോയിന്റ് ഉണ്ട്, ഒരു ഗൂസ് ബോംസ് ഉണ്ട് ക്ലൈമാക്സ് തന്ന. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. ഗ്രേറ്റ് അല്ലെങ്കിൽ വെരി ഗുഡ് ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരു പടമാണിത്. ഉറപ്പായിട്ടും ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും ഈ ഒരു സിനിമ ഒന്ന് കണ്ടു നോക്കുക. എസ്പെഷ്യലി ക്ലൈമാക്സ് സീക്വൻസ് എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേര് പിന്നെ റിപ്പീറ്റഡ്ലി അത് കാണാൻ ചാൻസ് ഇല്ല. അമ്മാതിരി ഒരു ഗംഭീര ക്ലൈമാക്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച സിനിമകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമ. ഹൈലി 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 റെക്കമെൻഡഡ്. ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നി സിനിമയെക്കുറിച്ച്, അതിൻ്റെ അഭിപ്രായം എന്താണെന്നല്ല പ്ലീസ് 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 താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 10ന് എത്ര റേറ്റിംഗ് കൊടുക്കും എന്നും കൂടി ഇടുക. അതാകുമ്പോഴത്തേനും വേറെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കമൻറ്റ് വായിച്ചിട്ട് ഈ സിനിമ കാണണോ കണ്ടേ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ബട്ട് ഫോർ മീ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, ഒരു ഡൗട്ടും ഇല്ല. ഗോ വാച്ച് ദ മൂവി ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൺടിൽ ദെൻ ബൈ.